കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഹലോ, ഗുഡ് മോർണിംഗ്. കളിച്ചും ചിരിച്ചും വിശേഷങ്ങൾ പറഞ്ഞും റേഡിയോ പ്രിയോർ ഇതാ 200-ാം എപ്പിസോഡിൽ എത്തി നിൽക്കുന്നു. അതെ, ഒന്ന് നിന്നേ, ഒന്ന് കേട്ടിട്ട് പോകൂന്നേ. കേട്ടാലോ, എന്തൊരു വൈബാണല്ലേ. സെന്റ് ഫിലോമിനാസിന്റെ ഹൃദയമെടുപ്പിനൊപ്പമാണ് എന്നും റേഡിയോ പ്രിയോർ. ഇടമുറിയാത്ത ഒഴുക്കിൽ റേഡിയോ പ്രിയോർ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. We, the 9D students with our dear Cinemis is here with bicentennial episode. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഒരിക്കലും തൊടാത്ത ആകാശവും ഭൂമിയും, അവർക്കിടയിലെ സ്നേഹദൂതായി മഴയും. മഴയുള്ളൊരു വൈകുന്നേരത്ത് ഫിലോമിനാസിൻ്റെ വരാന്തയിൽ 90-ൽ എൻ്റെ പിറുങ്ങിനി കൊച്ചുങ്ങളെ ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് മഴയെക്കുറിച്ച് ഓർത്തത്. എത്ര മഴയോർമ്മകൾ സമ്മാനിച്ച്, എത്ര ഭാവങ്ങളോടെയാണ് ഓരോ മഴയും പെയ്തു തോരുന്നത്. ഓർമ്മകളിൽ മഴ കോറിയിട്ട നിമിഷങ്ങൾ എത്ര മനോഹരമാണല്ലേ. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. തൻ്റെ ഇടയധർമ്മം ഏറ്റവും സ്തുത്യർഹമായ രീതിയിൽ നിർവഹിക്കുന്ന പ്രതിജ്ഞാബദ്ധതയുടെ തിളക്കമാർന്ന മുഖമാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിൻ്റേത്. വരാപ്പുഴ അതിരൂപതയെ കാലോചിതമായി നയിക്കുകയും നവീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്ത നല്ല ഇടയനാണ് അദ്ദേഹം. പശിയുള്ള ആത്മാവിന് അപ്പമാകാനും നോവുന്ന നെഞ്ചിന് വചനമാകാനും ഇരുൾ വഴികളിൽ വെളിച്ചമാകാനും പെരിയ ബഹുമാനപ്പെട്ട കളത്തിപ്പറമ്പിൽ പിതാവിനെ പോലെ അപൂർവം ചിലർക്കെയാകൂ. റേഡിയോ പ്രിയോർ 200-ാം എപ്പിസോഡ് പൂർത്തിയാകുന്ന അഭിമാനകരമായ വേളയിൽ ആശംസകൾ അർപ്പിക്കുന്നത് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവാണ്. കൂനമ്മാവ് സെയിൻറ്റ് ഫിലോമിനാസ് സ്കൂളിൻ്റെ യൂട്യൂബ് ചാനലായ റേഡിയോ പ്രിയോർ
200 എപ്പിസോഡുകൾ പിന്നിടുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംരംഭത്തിൻ്റെ വിജയം തീർച്ചയായും ആ സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥിനികളുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ പ്രതിഫലനമാണ്. ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾക്കും എല്ലാ വിദ്യാർത്ഥിനികൾക്കും അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ, ഭാവുകങ്ങൾ നേരുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നല്ല അവസരങ്ങൾ ശരിയായി വിനിയോഗിച്ചവരാണ് ജീവിത വിജയം നേടിയവരിൽ ഭൂരിഭാഗവും എന്ന കാര്യം ഓർമ്മിക്കുക. എല്ലാവർക്കും ഒരു പിന്നണി ഗായികയോ ലോകമറിയുന്ന പ്രസംഗകനോ സാഹിത്യകാരനോ നിരൂപകനോ ആകാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ എല്ലാവരിലും ഈ കഴിവുകൾ എല്ലാം ചെറിയ തോതിൽ എങ്കിലും അന്തർലീനമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ നിങ്ങളുടെ സ്കൂളിൻ്റെ സ്വന്തം ചാനലായ റേഡിയോ പ്രിയോറിലൂടെ നിങ്ങളുടെ കഴിവുകൾ വികസിക്കട്ടെ. നിങ്ങളുടെ സ്വരം ലോകം മുഴുവൻ കേൾക്കട്ടെ. എല്ലാവിധ ആശംസകളോടും കൂടെ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ്. നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ. മഴ മലയാള സാഹിത്യത്തിൽ ചിന്നിയും ചിതറിയും മാർത്തലച്ചും ചൊരിഞ്ഞ് മഴപ്പെയ്ത്തുകളുടെ വിസ്മയ ദൃശ്യങ്ങളൊന്ന് കേട്ടു നോക്കിയാലോ? പവിഴമല്ലിപ്പൂവിൻ്റെ സുഗന്ധവും നനവുമുള്ള ഒരു പിടി മധുരം ചിതറിയിട്ട ഓർമ്മയാണ് സുഗതകുമാരി ടീച്ചർക്ക് മഴ. വാക്കിനു വേണ്ടിയുള്ള കൊടും വേനൽ തപസ്സിനൊടുക്കം ചെറു കടലാസു താളുകളിലേക്ക് കോരിച്ചൊരിയുന്ന കവിത പോലെ. ചുമ്മാതെ കേണും ചിരിച്ചും പിറുപിറുത്തും മനസ്സിൻ്റെ കോണിൽ നിർത്താതെ പെയ്യുന്ന രാത്രിമഴയും സുഗതകുമാരിയുടെ മഴച്ചിത്രമാണ്. മന്ദാരത്തിൻ്റെ ഇലകൾ ചേർത്ത് തുന്നിയ പുനർജനിയുടെ കൂടുവിട്ട് രവി നടന്നുപോയ മഴ. ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ച മലയാളിയുടെ മനസ്സിൽ ഇപ്പോഴും പെയ്തൊഴിഞ്ഞിട്ടുണ്ടാകില്ല. നാം കണ്ടുമുട്ടുമ്പോഴൊക്കെ പുറത്ത് മഴയായിരുന്നു എന്ന പത്മരാജൻ്റെ നീറുന്ന മഴയോർമ്മയിൽ നിന്ന് മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരിയിലേക്ക് മനസ്സെത്തി നിൽക്കുന്നു. ഹൃദയമിങ്ങനെ നനുനനെ വരഞ്ഞ് നോവിൻ്റെ പെരുമഴക്കാലം തീർത്ത ഈശ്വരവാര്യർ എന്ന അച്ഛനും അധികാരധാർഷ്ട്യത്തിൻ്റെ ഇരയായ രാജൻ എന്ന നിർഭാഗ്യവാനായ മകനും. മരിച്ചിട്ടും എൻ്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ നിങ്ങൾ എന്തിനാണ് മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്ന രാജൻ്റെ അമ്മയുടെ വിലാപമാണ് പെരുമഴ പോലെ മലയാളിയുടെ പ്രജ്ഞയിലേക്ക് പെയ്തിറങ്ങുന്നത്. പത്രത്താളുകളിൽ മഴച്ചിത്രങ്ങൾ കാണുമ്പോൾ തൻ്റെ ഫ്രെയിമുകൾക്ക് മഴയുടെ വികാരമുള്ള ചിത്രക്കുറിപ്പുകൾ വേണമെന്നും അതിന് കവിതയുടെ നനവുണ്ടാകണമെന്നും മോഹിച്ച വിക്ടർ ജോർജിനെ ഓർമ്മ വരും. നാം കണ്ട മഴയായിരുന്നില്ല വിക്ടറിൻ്റെ ക്യാമറയിലൂടെ കാണുന്ന മഴ. മഴയുടെ പ്രവാഹങ്ങളിലേക്ക്, പ്രളയത്തിലേക്ക്, ഒടുവിൽ ഒരു ഭ്രാന്തൻ മഴയുടെ പേപ്പാച്ചിലിലേക്ക് വിക്ടർ എന്നേക്കുമായി മറഞ്ഞത് ഓർക്കാതെ വയ്യ. മലയാള സാഹിത്യത്തിൽ ചിന്നിയും ചിതറിയും മാർത്തലച്ചും മഴ പെയ്ത് നിറയുകയാണ്. സ്നേഹവാനായ ദൈവം തൻ്റെ ജനവുമായുള്ള ബന്ധത്തെ ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം പോലെയാണ് തിരുവചനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്.
സെന്റ് ഫിലോമിനാസ് എന്ന പുണ്യഭൂമിയുടെ നല്ല ഇടയനാണ് ഫാദർ സുജിത് സ്റ്റാൻലി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സ്നേഹം നിറഞ്ഞവരെ, കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിലും അതേപോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിലെ ഒരു മുറിയിലുമായിട്ടൊക്കെ ഇങ്ങനെ ഒതുങ്ങിപ്പോയപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒത്തിരിയേറെ കുഞ്ഞുമക്കളൊക്കെ കടന്നു വന്നു. ഒത്തിരിയേറെ വിദ്യാർത്ഥികളും യുവജനങ്ങളും അതുപോലെ തന്നെ പ്രായമായവരും അടക്കം സോഷ്യൽ മീഡിയ വളരെയേറെ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി നന്മകളും ദോഷങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നപ്പോഴും സോഷ്യൽ മീഡിയ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരികയും കൂടി ഉണ്ടായി. അങ്ങനെ പഠിപ്പിക്കുവാനായിട്ട് നമ്മളെ സഹായിച്ച ഒരു കാര്യമാണ് സെൻറ്റ് ഫിലോമിനാസ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കുഞ്ഞുമക്കളുടെ സർഗാത്മകമായ കഴിവുകൾ വളർത്തുവാനും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അതൊക്കെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് എത്തിക്കുവാനായിട്ട് അവിടുത്തെ അധ്യാപകരും കുട്ടികളും പ്രത്യേകിച്ച് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു റേഡിയോ പ്രിയോരി എന്ന ഒരു പ്ലാറ്റ്ഫോം അവർ ആരംഭിക്കുകയും അതിൽ കുട്ടികൾ അവരുടെ കലാപരമായിട്ടുള്ള എല്ലാ കഴിവുകളും അതിൽ പ്രകടമാക്കുകയും ചെയ്തു. ഒത്തിരിയേറെ കവിതകളും സാഹിത്യങ്ങളും അവരുടെ ജ്ഞാനവും എല്ലാം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആരംഭിച്ചതിൻ്റെ ഈ റേഡിയോ പ്രിയോരിയുടെ 200-ാം എപ്പിസോഡ് ഇന്ന് ഇവിടെ സംരക്ഷണം ചെയ്യുമ്പോൾ ഇത്രമാത്രം കലാകാരന്മാരെയൊക്കെ വളർത്തുവാനും അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്ത എല്ലാ അധ്യാപകർക്കും അതേപോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും നിങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ കലാകാരന്മാരൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നല്ല കവിതകളും സാഹിത്യങ്ങളും കഥകളും വഴി നമ്മുടെയൊക്കെ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. You are listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. പുത്തൻ കുട ചൂടി മഴത്തുള്ളികളെ തട്ടിത്തെറിപ്പിച്ച് സ്കൂളിലേക്കുള്ള യാത്ര, ക്ലാസ്സിലെ നനഞ്ഞൊട്ടിയുള്ള ഇരുത്ത്, പെരുമഴയോടൊപ്പം സൺഗ്ലാസസ് മുഖത്തേക്കടിക്കുന്ന കുഞ്ഞുനീർ തുള്ളികൾ, വൈകുന്നേരങ്ങളിൽ അമ്മ കാണാതെ നനഞ്ഞു തീർത്ത മഴയോർമ്മകൾ. എത്ര മനോഹരമാണല്ലേ ഈ മഴച്ചിത്രങ്ങൾ. എങ്ങും മഴ മഴ അയ്യോ പെരുമഴ നനയട്ടങ്ങനെ നനയട്ടെ, പെയ്തു തിമർക്കും മഴയത്തങ്ങനെ ചാടി രസിക്കാൻ സുഖമാണ്. എങ്ങും മഴ മഴ അയ്യോ പെരുമഴ നനയട്ടങ്ങനെ നനയട്ടെ, പെയ്തു തിമർക്കും മഴയത്തങ്ങനെ ചാടി രസിക്കാൻ സുഖമാണ്. കൂടും തേടി മഴയത്തങ്ങനെ പാറുന്നു, കൈതത്തോട്ടിലെ ബിരുദഞ്ഞണ്ട് മഴയത്തങ്ങനെ നീന്തുന്നു. കൂടും തേടി മഴയത്തങ്ങനെ പാറുന്നു, കൈതത്തോട്ടിലെ ബിരുദഞ്ഞണ്ട് മഴയത്തങ്ങനെ നീന്തുന്നു. നേരെ വാനിൽ പാടി നടന്നൊരു കുരുവി പെണ്ണും ചുറ്റിയോളും, താഴെ കാട്ടിൽ അത്തിമരത്തിൽ പൊത്തിൽ കൂടിയിരിക്കുന്നു. എങ്ങും മഴ മഴ അയ്യോ പെരുമഴ നനയട്ടങ്ങനെ നനയട്ടെ, പെയ്തു തിമർക്കും മഴയത്തങ്ങനെ ചാടി രസിക്കാൻ സുഖമാണ്. കുടയും ചൂടി മഴയത്തങ്ങനെ നിൽക്കുന്നു, ഒന്നിനുള്ളിൽ വെള്ളം കേറി കോലൻ മൂർഖൻ ചാടുന്നു.
മേലെ വാനിൽ മിന്നലും കൂട്ടരും മിന്നി കാഴ്ചകൾ കാട്ടുമ്പോൾ ഇടിയമ്മാവൻ ഇടിയും വെട്ടി അയ്യോ ഞാനും പേടിച്ചേ. ലല്ലല്ലാ ലലലല്ലല്ലാ 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 ലല്ലല്ലാ ലലലല്ലല്ലാ ലലലല്ലല്ലാ ലലലല്ലല്ലാ. ഇങ്ങും മഴ മഴ അയ്യോ പെരുമഴ നനയട്ടങ്ങനെ നനയട്ടെ. പെയ്തു തിമർക്കും മഴയത്തങ്ങനെ ചാടി രസിക്കാൻ സുഖമാണ്. എങ്ങും മഴ മഴ അയ്യോ പെരുമഴ നനയട്ടങ്ങനെ നനയട്ടെ. പെയ്തു തിമർക്കും മഴയത്തങ്ങനെ ചാടി രസിക്കാൻ സുഖമാണ്. ലല്ലല്ലാ ലലലല്ലല്ലാ 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 ലല്ലല്ലാ ലലലല്ലല്ലാ ലലലല്ലല്ലാ ലലലല്ലല്ലാ. വിശ്വസാഹിത്യകാരൻ ശ്രീ തകഴി ശിവശങ്കരപിള്ള രചിച്ച കഥ വെള്ളപ്പൊക്കത്തിൽ. ലോക ക്ലാസിക് രചനകളുടെ മുൻനിരയിൽ തന്നെ ഒന്നായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന കഥ വായിച്ചവതരിപ്പിക്കുന്നത് അമേയ അരുൺ. നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം, സർവത്ര ജലം. നാട്ടുകാരെല്ലാം കര തേടിപ്പോയി. വീട്ടുകാവലിന് ഒരാൾ. വീട്ടിൽ വള്ളമുണ്ടെങ്കിലുണ്ട്. ക്ഷേത്രത്തിലെ 3 മുറിയുള്ള മാളികപ്പുറത്ത് 67 കുട്ടികളുണ്ട്. 356 ആളുകൾ. പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങളും എല്ലാം ഐക്യമത്യമായി കഴിയുന്നു. ഒരു ശണ്ടയുമില്ല. ചേന്നപ്പറയൻ ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവൻ്റെ തമ്പുരാൻ 3 പ്രാണനം കൊണ്ട് കര പറ്റിയിട്ട്. ആദ്യം പുരക്കകത്തേക്ക് വെള്ളം എത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടിയിരുന്നു. വെള്ളം പെട്ടെന്നിറങ്ങുമെന്ന് കരുതി 2 ദിവസം അതിൽ തന്നെ കുത്തിയിരുന്നു. അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ 2 വരി ഓല വെള്ളത്തിനടിയിലാണ്. അകത്തു കിടന്നു ചേന്നൻ വിളിച്ചു. ആര് വിളി കേൾക്കും? ആരടുത്തുണ്ട്? ഗർഭിണിയായ ഒരു പറച്ചി, 4 കുട്ടികൾ, ഒരു പൂച്ച, ഒരു പട്ടി, ഇത്രയും ജീവൻ അവനെ ആശ്രയിച്ചിട്ടുമുണ്ട്. പുരക്കു മുകളിൽ കൂടി വെള്ളമൊഴുകാൻ 30 നാഴിക വേണ്ടെന്നും തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനം അടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി. ഭയങ്കരമായ മഴ തോർന്നിട്ട് 3 ദിവസമായി. കരയുടെ ഓല പൊളിച്ചു ചേന്നൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി. 4 ചുറ്റിനും നോക്കി. വടക്ക് ഒരു കെട്ട് വെള്ളം പോകുന്നു. അത്യുച്ചത്തിൽ ചേന്നപ്പറയൻ വള്ളക്കാരെ കൂകി വിളിച്ചു. വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി. അവർ വള്ളം കൊട്ടിലിന് നേർക്കെ തിരിച്ചു. കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയെയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോന്നായി ചേന്നൻ വലിച്ചു വെളിയിലിട്ടു. അപ്പോഴേക്കേ വെള്ളവും അടുത്തു വന്നു. കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേന്നച്ചോയ് പോയി, പടിഞ്ഞാറ് നിന്ന് ആരോ വിളിക്കുന്നു. ചേന്നൻ തിരിഞ്ഞു നോക്കി. ഇങ്ങ് വായോ, അത് മടിയത്തറ കുഞ്ഞേപ്പനാണ്. അവൻ പുരപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്. ധൃതിപ്പെട്ട പെണ്ണാളിനെ പിടിച്ചു വള്ളത്തിൽ പിടിച്ചു കയറ്റി. അത്തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി. പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല. അത് പുരയുടെ പടിഞ്ഞാറേ ചരിവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ചു നടക്കുകയാണ്. വള്ളം നീങ്ങി. അതങ്ങലെയായി. പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു. ചേന്നൻ്റെ വള്ളം അങ്ങകലെയായി കഴിഞ്ഞു. അത് പറന്നു പോകുന്നു. മരണമാ വേദനയോടെ ആ ജന്തു മോങ്ങിത്തുടങ്ങി. നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദപരമ്പരകൾ പുറപ്പെടുവിച്ചു. ആരുണ്ടത് കേൾക്കാൻ? പുരയുടെ 4 ചുവരുകളിലും അത് ഓടി നടന്നു. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. മഴ പെയ്യ്ക്കുന്ന രാഗങ്ങൾ വരെയുണ്ടത്രേ. പെയ്യാൻ മടിച്ചു നിൽക്കുന്ന മഴമേഘങ്ങളെ ഭൂമിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന രാഗം. കവിതയും ഭാവവും ഇഴുകിച്ചേർന്ന, കേൾക്കാൻ ഇമ്പമാർന്ന സുന്ദരമായ പേരും മേഘമൽഹാർ. മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ സദസ്സിലെ താൻസൻ ഈ രാഗം ആലപിച്ച് മഴ പെയ്ച്ചിട്ടുണ്ട് എന്നത് ചരിത്രം.
മഴയുടെ തന്ത്രികൾ മീട്ടി ആകാശം മധുരമായി ആർദ്രമായി പാടുകയാണ്. ദൂരെ ഒരു മഴവിൽ നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിൻ ഇടവഴിയിൽ നിന്നോമൽ കൽത്താളം നീയാം സ്വരചിതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റു പാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളേ നീ മൂടുമോ വെൺപനിമതി ഇവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴവിൽ നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ആരാരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം മധുരമോറും ചിരിയാലിനി പ്രിയ സമ്മതം മോളുമോ അരയാറി അഴിനീക്കി നീ ഇണയാവാൻ പോരുമോ കാലമാകുന്ന തോണിയിൽ നമ്മളിന്നിതാ ചേരവേ പീലി നീർത്തുന്നൊരായിരം ജാലമെന്നിലിന്നാകവേ പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളേ നീ മൂടുമോ വിൺപനിമതി ഇവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. നമസ്കാരം. ഈ ആഴ്ചത്തെ വിദ്യാലയ വാർത്തകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചാലോ? വാർത്തകൾ അവതരിപ്പിക്കുന്നത് 9ഡിയിൽ നിന്നും ഏഞ്ചൽ സന്തോഷ്. മലയാളിയുടെ പുതുവർഷ പിറവിയായ ചിങ്ങം 1 കർഷക ദിനം കൂടിയാണ്. കർഷക ദിനം സെന്റ് ഫിലോമിനാസിലെ കുട്ടി കർഷകനായ കുര്യനെ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പറവൂർ ഉപജില്ലാ അണ്ടർ 19 വടംവലി മത്സരത്തിൽ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. വയനാട്ടിലെ കണ്ണീരണിഞ്ഞ ജീവിതങ്ങൾക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ സെന്റ് ഫിലോമിനാസ് SPC യൂണിറ്റ് മനോരമ നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി ന്യൂസ് പേപ്പർ ചലഞ്ച് എന്ന ആശയവുമായി മുന്നോട്ടെത്തി. പേപ്പർ വിറ്റ് കിട്ടുന്ന തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. മലയാള മനോരമ പഠിപ്പുരയുടെ മെഗാ ആക്ടിവിറ്റിയുടെ ഭാഗമായി സ്കൂൾ തല ക്വിസ് മത്സരം സംഘടിപ്പിക്കപ്പെട്ടു. സ്കൂൾ കലോത്സവം ആരവം 2K24ന്റെ ഭാഗമായി നടത്തപ്പെട്ട രചനാ മത്സരങ്ങൾ പൂർത്തിയായി. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭദിനം. You are listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. സെന്റ് ഫിലോമിനാസിന്റെ കേൾവിശീലങ്ങളിൽ ഇടം പിടിച്ച റേഡിയോ പ്രിയോർ നമ്മുടെ ഇഷ്ടങ്ങളിലും ഒന്നാമതെത്തി. പാട്ടും വർത്തമാനവും പുത്തൻ ചിന്തകളുമായി റേഡിയോ പ്രിയോർ ഇനിയും മുന്നോട്ട് തന്നെ കുതിക്കട്ടെ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.
We, the 9D students, with our cinemas signing off for today. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ.